പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ല പരിശീലനത്തിന്റെ കുറവ് കൊണ്ട് ഒരു നാടകത്തിൽ സംഭവിക്കാവുന്ന ചില തെറ്റുകുറ്റങ്ങൾ അല്പം നർമ്മത്തോടുകൂടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആ തെറ്റുകുറ്റങ്ങൾ റിയലായിട്ട് സംഭവിക്കാൻ നിങ്ങൾ ക്ഷമിക്കുക. താങ്ക് യു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓച്ചന്തർ ഓമന തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം നാടകരചന ഓച്ചന്തരത്ത് ഓന്തുണ്ണി, ഗതാഗതം ഓന്തുണ്ണി ഓച്ചന്തരത്ത്. ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ നാടകത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ 4 മെയിൻ നടന്മാർ വന്നിട്ടില്ല. പകരം ഈ നാട്ടിൽ നിന്നും നാടകം ജീവിതത്തിൽ കാണുക പോലും ചെയ്യാത്ത, ജീവിതത്തിൽ നാടകത്തെ കുറിച്ച് ഒന്നുമേ അറിയാത്ത 4 ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ തപ്പിയെടുത്ത് അത്യാവശ്യം ഡയലോഗുകൾ പഠിപ്പിച്ചാണ് ഞാൻ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. നാടകത്തിന്റെ സംവിധാനം ഓന്തുണ്ണി ഓച്ചന്തരത്ത്, അതായത് നാടകം ആരംഭിക്കുകയായി. അട്ടഹസിച്ചിരിക്കുന്നു. എന്താണ് അട്ടല്ല, അട്ടഹസിച്ചിരിക്കുന്നു. അടിപൊളി അടിപൊളി. എന്താണ് എടാ നടക്കുന്നു, കുലാക്കുന്നു. എന്റെ പുള്ളിയുടെ സ്റ്റിൽ ഫോട്ടോ എടുക്കാനുള്ള സ്റ്റിൽ അനങ്ങാതിരിക്കാം. മകൾ വരുന്നു. എടാ എല്ലാം നീ എല്ലാം നശിപ്പിക്കാതെ മകൾ തന്നെയാണ്. നീ അച്ഛനെ മകളോ മലയാളിയെ രക്ഷിക്കണം. 3 വട്ടം രക്ഷിക്കണം മലയാളിയെ രക്ഷിക്കണം. എടാ പെണ്ണുമ്പിള്ള 3 പ്രാവശ്യം പറയാം. രക്ഷിക്കണം മലയാളിയെ രക്ഷിക്കണം. രക്ഷിക്കണം മലയാളിയെ രക്ഷിക്കണം. രക്ഷിക്കണം മലയാളിയെ രക്ഷിക്കണം. 3 വട്ടം. മുതലാളിയുടെ മുഖത്ത് പുച്ഛം. പുച്ഛം അതെങ്ങനെയാണ്? 3 വർഷമായി ഞാനിവിടെ ജോലി നോക്കി പോകുന്നു. ഞാനിപ്പോ 6 മാസം ഗർഭിണിയാണ് മുതലാളി. എന്റെ വയറ്റിൽ വളരുന്ന രാജ്യമോൻ എന്നോട് എപ്പോഴും ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോഴൊക്കെ ഞാൻ പറയും മാറി നിൽക്കുന്ന മുതലാളിയാണെന്ന്. എന്റെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് പരിഹസിക്കുന്നോടി. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് എടേ ഒന്ന് ആവേശത്തിൽ പറയണേ. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞു പരിഹസിക്കുന്നോടി. മാന്യന്മാരെ പരിഹസിക്കുന്നോടി. മാന്യന്മാരെ ആക്ഷേപിക്കുന്നോടി. മാന്യന്മാരെ പറഞ്ഞത് ആക്കാൻ ശ്രമിക്കുന്നോടി. നിനക്കൊരു ഫാഷൻ അല്ലേടി. അത് നിനക്കൊരു ഫാഷൻ അല്ലേടി. ആ നിലാവുള്ള രാത്രി മാവിൻ ചുവട്ടിൽ നിന്നെയും നോക്കി ഞാൻ കാത്തിരുന്നപ്പോൾ സെറ്റുമുണ്ടും മുല്ലപ്പൂവും വെച്ച് എന്നെ കാണാൻ ഓടി വന്ന് എന്റെ മന്ദസ്മിതമേ നിന്നെ വാരിപ്പുണരാൻ എന്റെ കൈകൾ കൊതിക്കുകയാണ്. മുതലാളി അച്ഛൻ വരുന്നു. എടാ എല്ലാം നീ എന്റെ അച്ഛൻ ആ കളർ തള്ളിവിടേ. എന്റെ സർക്കിട്ടാണ് വരുന്നത്. മുതലാളി വിളി കേൾക്കുന്നു. എന്താ നാളെ അങ്ങനെയാണ് ഞാനിവിടെ തെറ്റിച്ചത്. ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ഇത് പറയില്ല, ഞാൻ നേരത്തെ പറഞ്ഞാണ്. എഴുതി വെച്ചത് പോലെ പറയണ്ടടാ. ഗോപി വന്നതിന്റെ
അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന അട്ടള പുത്ത് ദുട്ട. നിന്നെ അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന ആ പറഞ്ഞ വസിക്കുന്ന ദുട്ട. ചാടി വീഴുന്നു. ചാടി വീഴുന്നു. എടാ ചാടി വീഴാ. ചാടുന്നു വീഴുന്നു. എടാ മുതലാളിയുടെ ദേഹത്ത് ചാടി വീഴാ. ചാടുന്നു വീഴുന്നു. കഴുത്തിന് പിടിക്കുന്നു. അമ്മേ. എടാ മുതലാളിയുടെ കഴുത്തിന് പിടിക്കാം. ചാടുന്നു വീഴുന്നു. അയ്യോ തോക്കെടുത്ത് 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 മുതലാളി തോക്കെടുത്ത്. ഞാൻ വെടിവെക്കുന്നു. അയ്യോ അല്ല അല്ല അച്ഛനെ വെടിവെക്കുന്നു. മരിച്ചു വീഴുന്നു. അയ്യോ. എടാ വെടിവെച്ച നീ എങ്ങനെയാണോ മരിച്ചു വീഴുന്നത്? അച്ഛൻ മരിച്ചു വീഴുന്നു. അയ്യോ. ചിരിക്കുന്നു. എടാ മരിച്ച നീ എങ്ങനെയാണോ ചിരിക്കുന്നത്? മകൻ വരുന്നു. എടാ എന്തോ നീ മകൻ തള്ളിവിടേ. ആ ചെറുക്കനെ തള്ളിവിടേ. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് എന്റെ കൊച്ചു പെങ്ങളെ ഗർഭിണിയാക്കിയത് പോരാഞ്ഞിട്ട് എന്റെ അച്ഛനെ വെടിവെച്ച് കൊന്ന ദുഷ്ട. ഈ അജയിച്ചവള്. നീണ്ട വെടിയുണ്ട് ഇവിടെ മരിച്ചു കിടക്കുന്നു. ഞാൻ മാറിക്കാം. നിന്റെ വെടിയുണ്ട് അവിടെ മാറി മരിച്ചു കിടക്കുന്ന എന്റെ അച്ഛനെ കൊന്ന ദുഷ്ട. നീ അജയിച്ചവള്. എന്നെ പിന്നെ പിന്നെ ബ്രാഹ്മണ എന്താ? എടാ മിണ്ടാതെയോ. മോളെ സൗവർണികെ അവിടെ സൗവർണികെ സൗവർണികെ വേഗം വാ. അവളെ സൗവർണികെ നിന്റെ അമ്മയുടെ അന്തിമാഭിലാഷമായിരുന്നു മോളെ നിന്റെ ഒരു ഗർഭിണിയെ കാണുക എന്നുള്ളത്, എന്തോന്നാണ് പറയുന്നത്? കുടുംബിനെ കാണുക എന്നുള്ളത്. പറയും മോളെ ഇതെങ്ങനെ സംഭവിച്ചു? തണുത്ത് മരവിച്ച ഒരു കറുത്ത രാത്രിയിൽ ഞാൻ മുതലയുടെ വീട്ടിൽ ടി വി കാണാൻ പോയി. കൈരളിയിലും ഏഷ്യാനെറ്റിലും സൂര്യയിലുമായി കോമഡി ഷോ മാറി മാറി കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് മുതലാളി ചാനൽ മാറ്റി ഫാഷൻ ചാനൽ ഇട്ടത്. അരുതേ അരുതേ എന്ന് നിർബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് മുതലാളി ഫാഷൻ ചാനൽ കാണിച്ചു. അതിനുശേഷം എനിക്കൊന്നും ഓർമ്മയില്ലെന്റെ ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ തെറ്റ് ചെയ്തത് ഈ മുതലാളി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ തെറ്റൊന്നും ചെയ്തില്ല. എടാ മിണ്ടാതെ പഴുക്കടാ. എന്റെ കുഞ്ഞു പെങ്ങളുമല്ല. ഇവിടെ തെറ്റ് ചെയ്തത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് ഈ സമൂഹത്തോട്